ഞാൻ എന്റെ ശരീരത്തോട് ചെയ്ത തെറ്റുകൾ എണ്ണി പറഞ്ഞാൽ തീരുമോ? രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ തെറ്റല്ലയോ? നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗുണം നിലനിൽക്കണമെങ്കിൽ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റിട്ട് ശ്വാസോച്ഛ്വാസം നടത്തണം. ശ്വാസോച്ഛ്വാസം നടത്തണം, ബ്രീത്തിങ്, ശരിയായ രൂപത്തിൽ ശ്വസന പ്രക്രിയ നടത്തണം രാവിലെ എഴുന്നേറ്റിട്ട്. രാവിലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 7 മണിയോ 6:30 ഒന്നും അല്ല. ഉദ്ദേശിച്ച സമയം 4 മണിന്റെയും 5 മണിന്റെയും ഇടയിലുള്ള സമയമാണ്. ഈ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല, എഴുന്നേൽക്കണമെന്ന് തോന്നിയില്ല, ഉറക്കിൽ നിന്ന് ഞെട്ടിയപ്പോഴും ഇനിയും സമയമുണ്ട് എന്ന് കരുതി ഒരല്പം കൂടി ഉറങ്ങി എന്നത് ഒന്നാമത്തെ തെറ്റാണ്. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ തോന്നൂലേ, ഞാൻ എന്റെ ശരീരത്തോട് എന്ത് തെറ്റ് ചെയ്യാനാണ്? ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ? നിങ്ങളിലെ ചില മിടുക്കന്മാര്, നിങ്ങളിലെ ചില മിടുക്കത്തികള് അങ്ങനെ ചിന്തിച്ചാലോ? ഞാൻ എന്റെ ശരീരത്തോട് എന്ത് തെറ്റ് ചെയ്യാനാണ്? ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ? തെറ്റ് ചെയ്യും. എന്താ ഒന്നാമത്തെ തെറ്റേതാ? ഒന്നാമത്തെ, നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഉണരേണ്ട സമയത്ത് ഉണർന്നില്ല. തെറ്റാണെന്ന് ബോധ്യായില്ലേ? ശരീരത്തിന് ഉപകാരപ്രദമായ വസ്തുക്കൾ തിന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത വലിയൊരു തെറ്റുണ്ട്, രോഗികളാവാൻ കാരണമാകുന്ന വലിയൊരു തെറ്റ് നമ്മളെ അടുത്ത് സംഭവിച്ചത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു പുണ്യകരമായ പ്രവൃത്തിയുണ്ട് പ്രഭാതത്തിൽ ചെയ്യേണ്ടത്. ഓരോ പ്രഭാതത്തിന്റെയും ആരംഭത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തീൻ വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇങ്ങനെ തുടങ്ങുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലുമുണ്ട്. സൂറത്തു തീൻ എന്ന ഒരു അധ്യായം നിങ്ങൾക്കറിയാം. സൂറത്തു തീൻ എന്ന അധ്യായം നിങ്ങൾക്കറിയാം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ഇതറിയാത്ത ആരാ ഉള്ളത്? മനുഷ്യന്റെ ആരോഗ്യത്തിലേക്ക് അനിവാര്യമായ 4 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ഒരു ശൈലി എത്ര അത്ഭുതമാണ്. മനുഷ്യാരോഗ്യത്തിന് അനിവാര്യമായ 4 കാര്യങ്ങൾ പറയുന്നു. മനുഷ്യാരോഗ്യത്തെ പിടിച്ചു നിർത്തുന്ന 4 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വത്തീൻ, നിന്റെ പ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിയുന്ന അത്തിപ്പഴമാണ്. ഉമ്മാന്റെ മുലപ്പാല് കുടിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പൈതൽ വളർന്നു വന്നുപോയെങ്കിൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ശരീരത്തെ, ആ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പ്രതിരോധ ശക്തിയെ ഭൗതികമായ ഒരു വസ്തു കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതിൽ അമൂല്യമായ വസ്തുവാണ് അത്തിപ്പഴം. ഒരു തവണ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാ, അത്തിപ്പഴം കഴിക്കണം. അത്തിപ്പഴം എത്ര അമൂല്യമായ വസ്തുവാണ്. എപ്പോഴും അസുഖമുള്ള ആളുകൾ അത്തിപ്പഴം കഴിക്കട്ടെ. എപ്പോഴും വയറിന് രോഗമുള്ളവർ അത്തിപ്പഴം കഴിക്കട്ടെ. എപ്പോഴും പനി വരുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായി അത്തിപ്പഴം കൊടുക്കുക. വയറ്റിൽ പുണ്ണുള്ളവര്, പൈൽസിന്റെ പ്രശ്നമുള്ളവര്, ഉഷ്ണസംബന്ധമായ രോഗമുള്ളവര് മനസ്സിലാക്കണം, അവർ അത്തിപ്പഴം കഴിക്കുക. അത്തിയെ തന്നെയാണ് സത്യം. ഈ ഭൗതിക ലോകത്തേക്ക് സ്വർഗീയ ജീവിതത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് അബുൽ ബശർ ആദം അലൈഹിസ്സലാം വരുമ്പോ കൊണ്ടുവന്ന പഴങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അമൂല്യമായ പഴമാണ് അത്തിപ്പഴം. നമ്മളിത് കേൾക്കുക എന്നല്ലാതെ നമ്മളിത് ഉപയോഗിക്കൂല. നമ്മളിത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഉപയോഗിക്കണം. സൈത്തൂൻ വൃക്ഷത്തെ, സൈത്തൂനിനെ തന്നെയാണ് സത്യം. സൈത്തൂനിനെ തന്നെയാണ് സത്യം. മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് സൈത്തൂൻ. മുമ്പൊരു തവണ ഈ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ദിനം പ്രതി 5 മില്ലി സൈത്തൂൻ ഓയിൽ കുടിക്കുന്നവർക്ക് നെർവസ് സംബന്ധമായ വേദനാ രോഗങ്ങൾ വരാൻ സാധ്യതയില്ല. അസ്ഥി സംബന്ധമായ വേദനാ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. പറഞ്ഞതല്ലേ, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ഗർഭിണികൾ വയറിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ താഴ്ഭാഗം വരെ തുടയുടെ ഭാഗം തുടങ്ങുന്നത് വരെ 3 മാസം കഴിഞ്ഞതിന് ശേഷം തേച്ച് തുടങ്ങിയാൽ, ദിനേന തേച്ചിട്ട് വെച്ചാൽ, അവിടെ അങ്ങനെ പുരട്ടിയിട്ടാല് പ്രസവ സമയത്ത് വരാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. എപ്പോഴും പേടിയോടെ ജീവിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ, എപ്പോഴും പേടിയാ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇടതു നെഞ്ചിന്റെ മധ്യഭാഗത്തും ശിരസിന്റെ മൂർധാവിന്റെ ഭാഗത്തും സ്ഥിരമായി തേച്ചിടുന്നത് ഭയത്തെ വിഭാടനം ചെയ്യാൻ, പേടിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യമായ ചികിത്സാരീതിയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ.
വസ്സൈതൂൻ. ആരെങ്കിലും ഈ അധ്യായം പ്രഭാതത്തിൽ ഒരു തവണ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഓതിയാൽ, ഒരൊറ്റ തവണയാണ് ഓതേണ്ടത്. സുബ്ഹിന് എഴുന്നേറ്റ പുരുഷന്മാര് മസ്ജിദിലേക്ക് വരുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീൻ ഓതിയാൽ, എന്റെ സഹോദരിമാർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു മുറ്റടിച്ചു വാരാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ, എല്ലാ പ്രഭാതത്തിന്റെയും തുടക്കത്തിൽ സൂറത്തു തീൻ പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പിറ്റന്നാൾ ആ സമയം വരെ നിങ്ങളെ മാരക രോഗങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതറിയണോണ്ട് ഞാൻ എന്റെ കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് കൊടുത്തിട്ടില്ല. വല്ല രോഗങ്ങളും പിന്നെപ്പോഴെങ്കിലും വരുമെന്ന് ഭയപ്പെടുത്തി ഞാൻ എന്റെ മക്കൾക്ക് പ്രതിരോധ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല. എന്റെ കയ്യിൽ ഖുർആൻ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെയാ. ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട്. എല്ലാ വേദികളിലും ഞാൻ പറയാറുണ്ട്, സയൻസിന് സംഭവിച്ച പിഴവിൽ നിന്നാണ് മനുഷ്യൻ ഇത്രമേൽ തളർന്നത്, ഇത്രമേൽ മനുഷ്യൻ ബലഹീനനായത്. ബദ്രുദ്ദീൻ സാഹിബ് സാമൂഹിക പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. മന്ദരോഗ നിവാരണ മരുന്ന് നിരോധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാവണം. മന്ദരോഗ മരുന്ന് ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെ അപകടപ്പെടുത്തി എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വായിക്കേണ്ടി വന്നവരാ നമ്മൾ. പ്രതിരോധം മനുഷ്യന്റെ ജന്മാവകാശം തന്നെയാണ്. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. പലപ്പോഴും ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ, ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാത്തതാണ് നമ്മൾ തളർന്നതും തകർന്നതും. സംശയമൊന്നുമില്ല.